ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു രമ്യാസ് പ്ലാനറ്റ്. ഇന്നത്തെ വീഡിയോ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. നമുക്ക് വയറ്റിനൊക്കെ അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്. അതിനായിട്ട് വേണ്ടത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ് ഇഞ്ചി നമ്മൾ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്നത് തന്നെയാണ്. നമ്മൾ കുക്കിങ്ങിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മൾ രോഗപ്രതിരോധ ശേഷി കൂടും. ഇപ്പോൾ രോഗപ്രതിരോധ ശേഷി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് അസുഖങ്ങൾ വരുന്നത് കുറഞ്ഞു വരും. അപ്പോൾ ഇഞ്ചി എപ്പോഴും നല്ല തന്നെയാണ്. നമ്മൾ ആരോഗ്യപരമായിട്ട് ഇഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇഞ്ചി നല്ലപോലെ കഴുകിയതിന് ശേഷം തൊലി കളഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കഴുകുക. അതിനുശേഷം നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്താൽ മതി. അങ്ങനെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ വേണ്ടത് പെരുംജീരകമാണ്. പെരുംജീരകം നമ്മുടെ ബോഡിക്ക് നല്ല ഗുണം ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ്. പെരുംജീരകം നമ്മളെ മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. മെറ്റബോളിസം എന്ന് പറയുമ്പോൾ നമ്മളെ ഉപാപചയ പ്രവർത്തനത്തെ പ്രക്രിയ സുഗമമാക്കുന്നു. അതോടൊപ്പം നമ്മുടെ ദഹന പ്രക്രിയ സ്മൂത്തായിട്ട് നടക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത കൊഴുപ്പിനെ അലിയിച്ചുകളെ പെരുംജീരകത്തിനൊരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പെരുംജീരകം കൂടി എടുക്കുക. ഈ 2 ഐറ്റം ഒരു പാനിലേക്ക് ഇട്ടിട്ട്, ഒരു സോസ് പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം ഒരു ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് അരിച്ചിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ കുടിക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ തീ കുറച്ച് വെക്കാം. ഒരു 3-4 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് ശേഷം നന്നായിട്ട് ഇത് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ചവച്ച് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ചവച്ച് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാത്തതാണെങ്കിൽ നമ്മളിങ്ങനെ അരിച്ചിട്ട് നമ്മൾ ചായക്ക് കുടിക്കുന്ന പോലെ തന്നെ ചൂടോടുകൂടി കുടിക്കാം. വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഹെവി മീൽ ഉണ്ടാവുമല്ലോ, നമ്മൾ ഓരോ ഭക്ഷണത്തിന് ശേഷവും ഒരു 1 ഗ്ലാസ് വെച്ച് കുടിച്ചാൽ മതി. നമ്മൾ നോർമൽ ചായ കുടിക്കുന്നതിന് പകരം ഇത് നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ വയറ്റിലുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതയും മാറിക്കിട്ടും. പിന്നെ ദഹനം നന്നായി നടക്കും. മലബന്ധം അകറ്റാൻ ഇത് ഉപകരിക്കും. അതോടൊപ്പം തന്നെ ഗ്യാസ് ട്രബിൾ കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, ആ പ്രശ്നവും മാറ്റും. പിന്നെ വയറ് വീർത്തിരിക്കുന്ന അവസ്ഥ, അതിനും നല്ലൊരു പരിഹാരമാണ് ഈ ഡ്രിങ്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് കാണാം. ജീരകം ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ്. നെഞ്ചരിച്ചിൽ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സൂത്രം. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നല്ല ജീരകം എടുക്കുക. ചെറിയ ജീരകം ഉണ്ടല്ലോ, നമ്മൾ അടുക്കളയിൽ എപ്പോഴും സർവ്വസാധാരണമായി കണ്ടുവരുന്നൊരു സാധനമാണ് ജീരകം. നമ്മുടെ കുക്കിങ്ങിൽ ആവശ്യത്തിന് നമ്മൾ ജീരകം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീരകം എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയായിരിക്കും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ജീരകം എടുക്കുക. ജീരകം എടുത്തിട്ട് ഒരു മൺപാത്രത്തിൽ ഇതുപോലെ ഒരു വായു വിസ്താരമുള്ള ഒരു പാത്രത്തിൽ, നമ്മളിവിടെ ഇതിനെ ഓട് എന്ന് പറയും, ഇതുപോലുള്ള ഓടിലിട്ടിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് വറുക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടിത്തുടങ്ങും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ജീരകവും പൊട്ടി തീരുന്ന സമയത്ത് ഇത് ഓൾമോസ്റ്റ് ഡൺ ആയി. അന്നേരം ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ പകുതി ആവുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കണം. മൺപാത്രത്തിലാകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വറ്റി വരും. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ 1.5 ഗ്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു 1/4 ഗ്ലാസ് 1/2 ഗ്ലാസ് ആവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഇത് അരിച്ചെടുക്കാം. പിന്നെ ഇത് ചൂടോടുകൂടി തന്നെ കുടിക്കണേ. നല്ല കയ്പ്പുണ്ടാവും. ഇത് ഇച്ചിരി കുടിച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മളെ നെഞ്ചരിച്ചിലൊക്കെ പെട്ടെന്ന് അതിനൊരു മാറ്റം ഉണ്ടാവും. ഒരു പരിധി വരെ നമുക്കിത് നല്ലൊരു ഉപകാരമുള്ളൊരു സാധനം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഈ നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവുന്നത്, പ്രത്യേകിച്ചും പ്രായമായ ആൾക്കാർക്ക്. അപ്പോൾ നമ്മളെന്തെങ്കിലും മധുരമുള്ളതോ തേങ്ങിട്ട സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു നെഞ്ചരിച്ചിൽ കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിലേക്ക് നമുക്ക് നെഞ്ചരിച്ചിലുണ്ടാകുന്ന സമയത്ത് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ജീരകം പിന്നെ എല്ലാ ഗ്യാസ് ട്രബിളിനൊക്കെ നല്ലതാണല്ലോ, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട്. ജീരകത്തിൻ്റെ ഉപയോഗം ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേജ് ഇഷ്ടമായാലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ.